പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് ഡേറ്റ ടൈപ്സ് ഇൻ SQL. SQLിനകത്തുള്ള ഡേറ്റ ടൈപ്പുകൾ. ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ആട്രിബ്യൂട്ടിന്റെയും ടൈപ്പ് ഓഫ് ഡേറ്റ സ്പെസിഫൈ ചെയ്യുന്നതാണ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഡേറ്റ ടൈപ്പുകളാണ് ഈ തന്നിരിക്കുന്നത്. ന്യൂമറിക്, ക്യാരക്ടർ സ്ട്രിങ്, ബിറ്റ് സ്ട്രിങ്, ബൂളിയൻ, ഡേറ്റ് ആൻഡ് ടൈം. അപ്പൊ ഒന്നാമത്തേതാണ് ന്യൂമറിക് എന്ന് പറയുന്നത്. ന്യൂമറിക്കിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ന്യൂമറിക് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ രണ്ട് വേരിയേഷൻസ് ആണ് വരുന്നത്. ഇന്റിജർ നമ്പേഴ്സിനെയും സ്റ്റോർ ചെയ്യാം, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെയും സ്റ്റോർ ചെയ്യാം. അപ്പൊ ഇന്റിജർ നമ്പറിനെ സ്റ്റോർ ചെയ്തതിനകത്ത് 3 വേരിയേഷൻസ് ആണ് വരുന്നത്. 3 സൈസുകളുള്ള സ്റ്റോർ ചെയ്യാം. ഇന്റിജർ, ഇന്റ് അല്ലെങ്കിൽ സ്മോൾ ഇന്റ്. അതുപോലെ തന്നെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനകത്ത്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റോട് കൂടിയ നമ്പറിനെ സ്റ്റോർ ചെയ്യാനായിട്ട്. അവിടെയും 3 വേരിയേഷൻസ് ആണ് വരുന്നത്. 3 സൈസിലുള്ള ഡേറ്റകൾ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഫ്ലോട്ട്, റിയൽ, ഡബിൾ പ്രിസിഷൻ. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി ഇത് കൂടാതെ യൂസറിന് തന്നെ ഡെസിമൽ വാല്യൂ അതുപോലെ തന്നെ ഡെസിമൽ നമ്പറിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെസിലിറ്റി ഉള്ളത് ഡെസിമൽ ഓഫ് IJ അല്ലെങ്കിൽ ഡെക് ഓഫ് IJ അല്ലെങ്കിൽ ന്യൂമറിക് ഓഫ് IJ എന്നുള്ള ഒരു ഡേറ്റ ടൈപ്പ് ആണ്. അതായത് I എന്ന് പറയുന്നത് ഇവിടെ യൂസർ സ്പെസിഫൈ ചെയ്യുന്ന നമ്പറിനകത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഡെസിമൽ ഡിജിറ്റ്സും, J എന്ന് പറയുന്നത് ഇവിടെ എത്ര നമ്പർ കഴിഞ്ഞിട്ട് വേണം പോയിന്റ് വരാൻ, ആ ഒരു എണ്ണമാണ് J എന്ന് പറയുന്നത്. അപ്പൊ യൂസറിന് തന്നെ സ്പെസിഫൈ ചെയ്യാം എത്ര അക്കം കഴിഞ്ഞിട്ട് വേണം പോയിന്റ് വരാൻ, അല്ലെങ്കിൽ എത്ര അക്കത്തിന് മുമ്പേ പോയിന്റ് വേണം എന്നുള്ള കാര്യം യൂസറിന് തന്നെ സ്പെസിഫൈ ചെയ്യാം. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ന്യൂമറിക് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി അടുത്തതാണ് ക്യാരക്ടർ സ്ട്രിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? സ്ട്രിങ് ഡേറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്യാരക്ടർ സ്ട്രിങ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അവിടെ 2 വേരിയേഷൻസ് ആണുള്ളത്. ഫിക്സഡ് ലെങ്തും അതുപോലെ തന്നെ വേരിയിങ് ലെങ്ത് ക്യാരക്ടറും. അപ്പൊ ഫിക്സഡ് ലെങ്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ആണ് ക്യാർ ഓഫ് n അല്ലെങ്കിൽ ക്യാരക്ടർ ഓഫ് n എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേരിയിങ് ലെങ്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ആണ് varchar ഓഫ് n അല്ലെങ്കിൽ ക്യാർ വേരിയിങ് ഓഫ് n അല്ലെങ്കിൽ ക്യാരക്ടർ വേരിയിങ് ഓഫ് n എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടിടത്തും n എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഇനി ഫിക്സഡും വേരിയിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഫിക്സഡിനകത്ത് നമ്മൾ n എന്ന് പറഞ്ഞൊരു സൈസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 10 എന്ന് പറഞ്ഞൊരു നമ്പർ ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിനർത്ഥം 10 ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റയ്ക്കകത്ത് 5 ക്യാരക്ടർ ഉള്ളെങ്കിൽ പോലും ബാക്കി 5ഉം കൂടെ മെമ്മറിക്കകത്ത് അത് അലോക്കേറ്റ് ചെയ്ത് വെക്കും. അപ്പൊ ആ 5 അവിടെ വേസ്റ്റ് ആയിട്ട് പോകും. അതേസമയം വേരിയിങ് ക്യാരക്ടറിനകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിലോ അവിടെ നമ്മൾ 10 എന്ന് പറഞ്ഞ തന്നെ സൈസ് കൊടുക്കാന്ന് വിചാരിക്കുക. അതായത് 10 ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള സൈസ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെച്ചെന്ന് വിചാരിക്കാം. നമ്മൾ എൻ്റർ ചെയ്ത സമയത്ത് 5 ക്യാരക്ടർ ഉള്ളെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 5 ക്യാരക്ടർ മാത്രമേ ആ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യത്തുള്ളൂ. ബാക്കി 5 ക്യാരക്ടർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് ബാക്കി എന്തെങ്കിലും ഡേറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് 5 ലൊക്കേഷൻസ് യൂസ് ചെയ്യാം. അപ്പൊ അതാണ് ഫിക്സഡും വേരിയിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്ട്രിങ്ങിലുള്ള കോൺസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ സിംഗിൾ കോട്ടിനകത്ത് എന്താണോ ക്യാരക്ടേഴ്സ് അവ കൊടുത്താൽ മതി. അവയാണ് ലിറ്ററൽ സ്ട്രിങ് എന്ന് പറയുന്നത്. ക്യാരക്ടർ കോൺസ്റ്റൻസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി സിംഗിൾ കൊട്ടേഷൻ മാർക്കിനകത്ത് ക്യാരക്ടേഴ്സ് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പറഞ്ഞു ഫിക്സഡ് ലെങ്തിനകത്ത് അലോക്കേറ്റ് ചെയ്തതിന് മിച്ചമുള്ളതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ബ്ലാങ്ക് ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കഴിഞ്ഞ് മിച്ചം കിടക്കുന്ന മെമ്മറി ലൊക്കേഷനെ നമ്മൾ ബ്ലാങ്ക് ക്യാരക്ടർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബ്ലാങ്ക് ക്യാരക്ടർ വെച്ച് ഫില്ല് ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ സ്ട്രിങ് ഓപ്പറേഷൻസ് വരാലോ, കമ്പാരിസനോ ലെസ് ദാൻ ഈക്വൽ ടു അങ്ങനെയൊക്കെ നോക്കുന്ന കേസുകൾ വരാലോ. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ച് മാത്രമേ ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുള്ളൂ. ബ്ലാങ്ക് ക്യാരക്ടേഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ SQLിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ഓപ്പറേഷൻ ആണ് സ്ട്രിങ് കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നിലധികം സ്ട്രിങ്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സ്ട്രിങ് ആക്കുന്ന ഒരു പ്രോസസ് ആണ് കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേറ്റർ ആണ് ഈ തന്നിരിക്കുന്നത് ഡബിൾ വെർട്ടിക്കൽ ബാർ. ആ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ പറയുന്നത് വേരിയിങ് ലെങ്ത് സ്ട്രിങ് ഡേറ്റ ടൈപ്പിനകത്തെ ഒരു വേരിയേഷൻ ആയിട്ടുള്ള ക്ലോബ് അല്ലെങ്കിൽ ക്യാരക്ടർ ലാർജ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ പറഞ്ഞു വേരിയിങ് ലെങ്തിനകത്ത് യൂസറിന്റെ വേരി ചെയ്യുന്ന അനുസരിച്ച് സൈസ് സ്പെസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് വലിയ എമൗണ്ട് ഓഫ് ഡേറ്റ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ക്ലോബ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്. അപ്പൊ ഇവിടെ നമ്മൾ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത് കിലോ ബൈറ്റ്സിലോ മെഗാ ബൈറ്റ്സിലോ അല്ലെങ്കിൽ ജിഗാ ബൈറ്റ്സിലോ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ വാർക്യാറിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിന്റെ ബേസിലായിരുന്നു.
അതേസമയം ക്ലോബിനകത്ത് കുറച്ചും കൂടെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്ലോബ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വന്നപ്പോഴത്തേക്കും സൈസിങ് എങ്ങനെ മാറി? കിലോബൈറ്റ്സ് അല്ലെങ്കിൽ മെഗാബൈറ്റ്സ് ജിഗാബൈറ്റ്സ് എന്നുള്ള ഫോമിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു കപ്പാസിറ്റിനെ മാറ്റി. അത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത് ക്യാരക്ടർ സ്ട്രിങ്ങിനകത്ത്. ഇനി അടുത്തതാണ് ബിറ്റ് സ്ട്രിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ബിറ്റ് ഫോമിലുള്ള ഡേറ്റകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ബിറ്റ് സ്ട്രിങ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും രണ്ട് ടൈപ്പ് ഉണ്ട്, ഫിക്സഡ് ലെങ്ത് ബിറ്റും ഉണ്ട്, വേരിയിങ് ലെങ്ത് ബിറ്റും ഉണ്ട്. ഇപ്പൊ കൊടുത്തിരിക്കുന്ന നോക്കുക, ബിറ്റ് ഓഫ് n ആണെങ്കിൽ ഫിക്സഡ് ലെങ്ത് ബിറ്റും, വേരിയിങ് ലെങ്ത് ബിറ്റ് ആണെങ്കിൽ ബിറ്റ് വേരിയിങ് എന്ന് പറയുന്ന കീവേഡുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ രണ്ടിടത്തും n എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. ഇവിടെയും മുമ്പത്തെ പോലെ തന്നെയാണ്, അതായത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്കിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫിക്സഡിനും വേരിയിങ്ങിനും പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. ഫിക്സഡ് ആണെങ്കിൽ ഈ ബിറ്റിനകത്ത് എത്ര ലൊക്കേഷൻ ആണോ അലോക്കേറ്റ് ചെയ്ത് വെക്കുന്നത് അത്രത്തിനകത്ത് മെമ്മറി യൂസ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് അവിടെ വരുന്നത്. വേരിയിങ്ങിനകത്തായിരുന്നെങ്കിലോ യൂസർ എൻ്റർ ചെയ്യുന്ന എത്ര ഡേറ്റയേ ഉള്ളൂ അത്രയും മാത്രമേ മെമ്മറിക്ക് അത് സ്റ്റോർ ആവത്തുള്ളൂ, ബാക്കി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി ഡിഫോൾട്ട് ആയിട്ട് എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സൈസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മൾ യൂസർ ഒന്നും സ്പെസിഫൈ ചെയ്ത് കൊടുക്കാതൊക്കെ ഇരിക്കുന്ന ഒരു കേസിൽ ഡിഫോൾട്ട് ഉള്ള സൈസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ബിറ്റ് ഡാറ്റനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്കിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ബിറ്റ്സിനകത്തും നമുക്ക് ബിറ്റ്സ് കോൺസ്റ്റൻസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണ്? ബി എന്ന് പറയുന്ന ഒരു ലെറ്ററിനെ ഫോളോ ചെയ്ത് സിംഗിൾ കോട്ടിനകത്ത് ബിറ്റ്സിലുള്ള ഡേറ്റയും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ലിറ്ററൽ ബിറ്റ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ബിറ്റ്സ് ഫോമിലുള്ള എന്തെങ്കിലും കോൺസ്റ്റൻസിനെ നമുക്ക് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലിറ്ററൽ ബിറ്റ്സ് യൂസ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന ലെറ്ററിനോട് കൂടി, അതായത് ബിറ്റ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ബി എന്ന് പറയുന്ന ലെറ്ററിനോട് കൂടി സിംഗിൾ കോട്ടും കൂടെ കൂടി അതിനകത്ത് എന്ത് കൊടുക്കണം? ബിറ്റ് ഫോമിലുള്ള ഡേറ്റകളാണ് കൊടുക്കേണ്ടത്. ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, 0യും 1 ഒക്കെ കൂടുന്ന ഡേറ്റകളാണ് ബിറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ബിറ്റ്സിനകത്ത് തന്നെ ഒരു വേരിയിങ് ആയിട്ട് വരുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ് ബ്ലോബ് അല്ലെങ്കിൽ ബൈനറി ലാർജ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? വലിയ എമൗണ്ട് അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ബിറ്റ്സിലുള്ള ഡേറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലോബ് യൂസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഇമേജുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോബ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെയും നമ്മുടെ ക്ലോബിന് പത്ത് പറഞ്ഞതുപോലെ തന്നെ കിലോബൈറ്റ്സ് അല്ലെങ്കിൽ മെഗാബിറ്റ്സ് അല്ലെങ്കിൽ ജിഗാബിറ്റ്സ് എന്നുള്ള ഫോമിലാണ് നമ്മൾ ഇമേജിനെ അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ബിറ്റ്സ് ഡേറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തതാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തെങ്കിലും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ SQL-നകത്ത് നമ്മുടെ റിലേഷനകത്ത് നൽ വാല്യൂസ് അലൗഡ് ആയതുകൊണ്ട് തന്നെ ബൂളിയനകത്ത് വരുന്ന മൂന്നാമത്തെ ഒരു ടൈപ്പ് വാല്യൂ ആണ് അൺനോൺ എന്ന് പറയുന്നത്. ഈ 3 വാല്യൂസ് ആണ് ബൂളിയനകത്ത് വരുന്ന. ആ കാര്യങ്ങൾ ഓർത്തു വെക്കുക. അടുത്തതാണ് ഡേറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. എന്തിനു വേണ്ടിയിട്ടാ? ഡേറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന കമ്പോണൻസ് ആണ് ഇയർ, മന്ത്, ഡേ എന്ന് പറയുന്നത്. ഇനി ഈ ഡേറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന് 10 പൊസിഷൻസ് ആണുള്ളത്, 10 പൊസിഷൻസ് ആണുള്ളത്. അതായത് ഈ ഇയറും മന്തും ഡേയും കൂടെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും 10 പൊസിഷൻസ് വരെ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ഡാറ്റ ടൈപ്പ് ആണ് ടൈം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടൈമിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ടൈം എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന്റെ കമ്പോണൻസ് ആണ് അവർ, മിനിറ്റ്, സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 8 പൊസിഷൻസ് ആണ് അലോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതായത് അവറും മിനിറ്റും സെക്കൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറി മാറി 8 പൊസിഷൻസ് ആണ് വാലിഡ് ആയിട്ടുള്ള കൊടുത്തിട്ടുള്ളത്. ഇനി SQL-നകത്ത് നമ്മൾ ഡേറ്റോ ടൈമോ എൻ്റർ ചെയ്യുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ഡേറ്റും ടൈമും തന്നെ വേണം എൻ്റർ ചെയ്യാനായിട്ട്. അതായത് നമ്മൾ മന്ത് എൻ്റർ ചെയ്യുമ്പോൾ 1-നും 12-നും ഇടയ്ക്ക് തന്നെയായിരിക്കണം അതിന്റെ വാല്യൂ വരേണ്ടത്. 1-നോ 12-നോ ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കണം അതിന് വരേണ്ടത്. അതുപോലെ തന്നെ ഡേയ്സ് എൻ്റർ ചെയ്യുമ്പോൾ 1-നും 31-നും ഇടയ്ക്കുള്ള വാല്യൂസ് ആയിരിക്കണം വരേണ്ടത്. അതാണ് വാലിഡ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ നേരത്തെ ഇത്രയും നേരം പഠിച്ച ഓരോ ഡാറ്റ ടൈപ്പിനകത്തും നമ്മൾ കോൺസ്റ്റന്റ് വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്നതും പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഡേറ്റിന്റെയും ടൈമിന്റെയും കേസിൽ നമ്മൾ ലിറ്ററൽ വാല്യൂസ് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ് എന്ന് പറയുന്ന കീവേഡിനെ ഫോളോ ചെയ്ത് സിംഗിൾ കോട്ടിനകത്ത് ഡേറ്റ് കൊടുക്കുക. ടൈം ആണെങ്കിൽ ടൈം എന്ന് പറയുന്ന കീവേഡിനെ ഫോളോ ചെയ്ത് സിംഗിൾ കോട്ടിനകത്ത് ടൈം കൊടുക്കുക. ഇങ്ങനെയാണ് ഡേറ്റിനും ടൈമിനും കറസ്പോണ്ടിങ് ആയിട്ട് ലിറ്ററൽ വാല്യൂസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സിംഗിൾ കോട്ടിനകത്ത് ഡേറ്റ് അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്ന കീവേഡിനെ ഫോളോ ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുക. ഇനി
അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു വേരിയേഷൻ ആണ് ടൈം ഓഫ് ഐ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ്. ടൈം ഓഫ് ഐ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ടൈമിനകത്ത് എന്തൊക്കെയാണ് കാണിക്കുന്നത്? അവർ കാണിക്കുന്നുണ്ട്, മിനിറ്റ് കാണിക്കുന്നുണ്ട്, സെക്കൻഡ് കാണിക്കുന്നുണ്ട്. ഇനി ഫ്രാക്ഷണൽ സെക്കൻഡ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? ടൈം ഓഫ് ഐ കാണിക്കുന്നത്. ഇവിടെ ഐ എന്ന് പറയുന്നതാണ് സെക്കൻഡിലെ ഫ്രാക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഐ എന്ന് പറയുന്ന ഒരു ടൈം യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ടൈമിനകത്ത് വരുന്ന ഒരു വേരിയേഷൻ ആണ് ടൈം വിത്ത് ടൈം സോൺ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ്. അപ്പൊ നമുക്കറിയാം വേൾഡിലെ ടൈം നോക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ ടൈം ആയിരിക്കില്ല വേറൊരു രാജ്യത്തിന് വരുന്നത്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് വരാം അല്ലെങ്കിൽ ഡിഫറൻസ് വരാം. ചിലയിടത്ത് 2.5 മണിക്കൂർ കുറവായിരിക്കാം, ചിലയിടത്ത് 3 മണിക്കൂർ കൂടുതലായിരിക്കാം, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരാം. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടൈം വിത്ത് ടൈം സോൺ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് ടൈമിലുള്ള സ്റ്റാൻഡേർഡ് യൂണിവേഴ്സൽ ടൈം സോണുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിനുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം വിത്ത് ടൈം സോൺ യൂസ് ചെയ്യുന്നത്. ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇത്രയുമാണ് ഡേറ്റും ടൈം എന്നും പറയുന്ന രണ്ട് ഡാറ്റ ടൈപ്പുകൾക്കകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി SQL-നകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡേറ്റും ടൈപ്പും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞത് ഡേറ്റ് തന്നെ സെപ്പറേറ്റ് ആയിട്ട്, ടൈം തന്നെ സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ ഡേറ്റും ടൈമും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ഇവിടെ 6 പൊസിഷൻസ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ടൈമും ഡേറ്റും കൂടെ ഒരുമിച്ച് വരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ, സെക്കൻഡ് അല്ലെങ്കിൽ മന്ത്, ഇയർ ഒക്കെ മാറി മാറി വരുന്ന 6 പൊസിഷൻസ് ആണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ളത്. ഈ കൂടെ തന്നെ നമുക്ക് എന്തും കൂടെ സ്പെസിഫൈ ചെയ്യാം. സെക്കൻഡിനകത്ത് ഫ്രാക്ഷൻസും സ്പെസിഫൈ ചെയ്യാം, അതോടൊപ്പം തന്നെ ടൈം സോണും കൂടെ സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൈം സ്റ്റാമ്പിനകത്തും നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂസ് അല്ലെങ്കിൽ ലിറ്ററൽ വാല്യൂസ് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണ്? ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞൊരു കീവേഡിനെ ഫോളോ ചെയ്ത് സിംഗിൾ കോഡിനകത്ത് ഡേറ്റും ടൈമും കൂടെ ഒരുമിച്ച് കൊടുക്കുക. അതാണ് ടൈം സ്റ്റാമ്പിന്റെ ബേസിലുള്ള കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു അഡീഷണൽ ആയിട്ട് വരുന്ന ഡാറ്റ ടൈപ്പ് ആണ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അതായത് ഡേറ്റ്, ടൈം, ടൈം സ്റ്റാമ്പ് ഇവയുടെ കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇന്റർവെൽ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ്. എന്ന് പറഞ്ഞാൽ ഓരോ ഡേറ്റിന്റെയും ടൈമിന്റെയും കൂടെ നമുക്ക് അവയുടെ വാല്യൂസ് ഇൻക്രിമെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഡേറ്റ് കൊടുത്താൽ അത് ഇൻക്രിമെന്റ് ചെയ്യണോ, അല്ലെങ്കിൽ ടൈം കൊടുത്താൽ അത് ഇൻക്രിമെന്റ് ചെയ്യണോ, ഡിക്രിമെന്റ് ചെയ്യണോ, എന്തിന്റെങ്കിലും ബേസിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയുള്ളതാണ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അവിടെ നമ്മളൊരു വാല്യൂ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ആ വാല്യൂവിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഡേറ്റും ടൈമും ഒക്കെ ഇൻക്രിമെന്റോ അല്ലെങ്കിൽ ഡിക്രിമെന്റോ ഒക്കെ ആവുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിനകത്തും അഡീഷണൽ ആയിട്ട് വരുന്ന രണ്ട് ഡാറ്റ ടൈപ്പും നമ്മൾ പറഞ്ഞത്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഡാറ്റ ടൈപ്പിന്റെ ടൈപ്പ് നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ടും സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അതായത് സാധാരണ നമ്മുടെ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്ന കൂടെ തന്നെയല്ലേ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അങ്ങനെ അല്ലാതെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഡാറ്റ ടൈപ്പ് മാറ്റാം. ആട്രിബ്യൂട്ടിന്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് ഒരു ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷവും നമുക്ക് ചേഞ്ച് ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. ക്രിയേറ്റ് ഡൊമെയിൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആട്രിബ്യൂട്ടിന്റെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ടൈപ്പിന് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ SSN ടൈപ്പ് എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്പർ ആയിരുന്നു ആട്രിബ്യൂട്ടിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അതിനെ ക്യാരക്ടറിലോട്ട് മാറ്റണം. അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക. ക്രിയേറ്റ് ഡൊമെയിൻ SSN ടൈപ്പ് ആസ് char of 9. ഇവിടെ SSN ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ ഡാറ്റ ടൈപ്പ് നമ്പർ മാറ്റിയിട്ട് നമ്മൾ എന്താക്കി? ക്യാരക്ടർ ആയിട്ട് ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് ആട്രിബ്യൂട്ടുകളുടെ ഡൊമെയിനിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാന്നും കൂടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റ ടൈപ്പിനകത്ത് ഓർത്ത്